ഡിസംബറിലാണ് ഞാൻ പെൻഷനായിട്ട് വന്നത്. എന്നിട്ട് എനിക്കിപ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഡെയിലി കേസും കോടതിയും വേറെ ഒന്നും എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികളുടെ കാര്യങ്ങൾ, എൻ്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ഒന്നും കോൺസെൻട്രേറ്റ്. എൻ്റെ അയൽവാസികളായിട്ടുള്ള 2 കുടുംബങ്ങളാണ് എൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ വരെ അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വിറ്റ്നസ്സോടുകൂടി ഇപ്പം ജാതി പേര് വിളിച്ചെന്നോ നമ്മൾ എൻ്റെ നാട്ടിൽ പോയി കിടന്ന് പട്ടാളത്തിൽ സർവീസ് ജാതിയോ മതമോ നോക്കിയിട്ടല്ല നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോഴും ജാതിയും മതവും എല്ലാവരും എൻ്റെ ലൈഫിൽ എഫക്റ്റായി വന്നിരിക്കുക. ഇപ്പോൾ ഞാൻ ഒരു 2-3 മാസമായിട്ടുള്ളൂ ഞാനൊരു SC/ST അട്രോസിറ്റീസ് കേസിൽ ഞാനിപ്പോൾ ജാമ്യം എടുത്തിട്ട് നിൽക്കുക. ഇവരെല്ലാം കൂടെ ട്രെയിൻ ചെയ്ത് എടുത്തൊരു കേസാണ്. ഇതൊരു ഇല്ലാത്തൊരു സംഭവത്തിൽ ഒരു വിറ്റ്നസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് പോലീസിന് കേസെടുത്തില്ലേ പറ്റുള്ളൂ. പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ചെയ്താലേ പറ്റുള്ളൂ. അവരവരുടെ ഡ്യൂട്ടി ചെയ്തു. ഞാനാണിപ്പോൾ കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെയ്യാത്തൊരു കാര്യത്തിൽ ഇതിപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ അയൽവാസിയായിട്ടുള്ള ഒരു പ്രമോദ് RP ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വൈഫ് ബിന്ദു, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മിഥുൻ, പിന്നെ നെക്സ്റ്റ് വേറൊരു വീട്ടിൽ താമസിക്കുന്ന സരസ്വതി, മകൻ മനു, മരുമകൻ ജോജി, മകൾ മിനു. ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ടാണ് എൻ്റെ ഫാമിലിയെ സിംഗിളായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 18th ജൂലൈ 18th എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഈ മനു എന്ന് പറയുന്ന ആൾ ഒരു മൺവെട്ടി എടുത്ത് അടിച്ച് അങ്ങനത്തെ കൈ ഒടിഞ്ഞു. അതിന് ഞാൻ വിറ്റ്നസ്സാണ്. അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എല്ലാം ഞാനാണ്. ഇപ്പം എന്നെ അവന്മാരിപ്പം എൻ്റെ ലൈഫിൽ ത്രെട്ടനായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ആക്രമണം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് വണ്ടി കൊണ്ട് വെളിയിറങ്ങാൻ പറ്റത്തില്ല. അവന്മാരുടെ വണ്ടി കൊണ്ടൊന്ന് ബ്ലോക്ക് ചെയ്യണം. എനിക്ക് എന്ന് പോലീസിനെ വിളിക്കുകയാണ് എൻ്റെ പരിപാടി. കൺട്രോൾ റൂമിൽ 112 അതിലും വിളിച്ചിട്ട് അവർ തന്നെ അവർക്ക് തന്നെ ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ലിമിറ്റുണ്ട്. ഇവരെല്ലാം ഞാൻ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തും. ഹെൽമെറ്റ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഹെൽമെറ്റ് കൊണ്ട് ഈ പ്രമോദിൻ്റെ മകൻ മിഥുൻ, ഞാൻ ഒരു പ്രാവശ്യം ലീവ് 2018 ലീവിന് വന്നപ്പോൾ ഒരു വൈകുന്നേരം ഞാൻ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ ഒരു 4-5 പയ്യന്മാർ വന്നിട്ട് ഇവനും കൂടെ ചേർന്ന് എന്നെ ഹെൽമെറ്റ് കൊണ്ട് അടിക്കാൻ പോകും. അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പ്ലസ് ഞാൻ ഒഫീഷ്യലി അയച്ചു. ഇവർക്കിവിടെ പൊളിറ്റിക്കലി സപ്പോർട്ടുള്ളതുകൊണ്ട് അത് ഇല്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ സംഭവം നടന്നിട്ടില്ല നമ്മൾ ക്ലോസ് ചെയ്തു. ഇത് ഇപ്പോൾ ഒരു സൈനികനാണ് താങ്കളുടെ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടാവുക? അങ്ങനെ ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണേ? അതെ, അതാണ് എൻ്റെ മദർ മാത്രമേ ഉള്ളൂ. അവർക്ക് വീട് വേണമെങ്കിൽ വാങ്ങാം. ഒരു 2-2.5 കോടിയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. മെയിൻ മോട്ടോ ഇതാണ്. നിങ്ങളെ ഓടിച്ചു വിടുക, എന്നെ അവിടെ നിന്ന് ഓടിക്കുക. അതേപോലെ എൻ്റെ അനിയനെ ഇതേപോലെ ഇവർ ഒരു 7 വർഷം മുമ്പ് ഇവിടെ നിന്ന് ഓടിച്ച് അവൻ ഇപ്പോൾ 1/2 കിലോമീറ്റർ അപ്പുറത്ത് വയല